നിരവധി ചേച്ചിമാരും ആന്റിമാരും അവരുടെ കഥകൾ പറയാൻ ഈ ചാനലിൽ കാത്തിരിക്കുകയാണ്. പുതിയ കഥകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. എന്റെ ട്യൂഷൻ ടീച്ചർ പാർട്ട് 1. എന്റെ പേര് ഹരിത. 23 വയസ്സ്. ഞാൻ പിജി ഡിസ്റ്റൻസ് ആയി പഠിക്കുന്നു. ഞാൻ കാണാൻ വെളുത്ത നിറവും അത്യാവശ്യം സൗന്ദര്യവുമുണ്ട്. 2 മാസം മുമ്പ് ഒരു ഓൺലൈൻ സൈറ്റിൽ ഒരു പരസ്യം കണ്ടു. ഡിഗ്രിക്ക് ട്യൂഷനെടുക്കാൻ ടീച്ചറെ വേണം. എനിക്ക് സാമ്പത്തികം വളരെ മോശമാണ്. എനിക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അങ്ങനെ ഞാൻ പരസ്യത്തിലെ നമ്പറിൽ വിളിച്ചു. ഒരു പയ്യൻ ഫോണെടുത്തു. പേര് ഋഷിൽ. വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. പേരൻസ് വിദേശത്താണ്. ഒരു വേലക്കാരിയുണ്ട്. 3 ദിവസം ക്ലാസ് വേണം. ചൊവ്വയും വ്യാഴവും വൈകിട്ട് 5 മുതൽ 6 വരെ. ഞായർ രാവിലെ 10 മുതൽ 2 മണി വരെ. മാരീഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് കള്ളം പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞു. വളരെ നല്ല പെരുമാറ്റം. അഡ്വാൻസ് ആയി 4000 രൂപ തന്നു. എനിക്കത് വലിയ ആശ്വാസമായി. അങ്ങനെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ ചെന്നു. ബെല്ലടിച്ചപ്പോൾ ഋഷിൽ തന്നെയാണ് ഡോർ തുറന്നത്. ടീച്ചർ ഇരിക്കൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു റൂമിൽ പോയി. ഞാൻ പതിവ് പോലെ സോഫയിൽ ഇരുന്നു. ബുക്സ് എടുത്തു പഠിപ്പിക്കേണ്ട പോർഷൻ നോക്കി. അപ്പോൾ ഋഷിൽ വന്നു. കൂടെ 3 കൂട്ടുകാരുമുണ്ട്. അവൻ അവരെ പരിചയപ്പെടുത്തി. ടീച്ചർ, ഇവർ എന്റെ കൂടെ പഠിക്കുന്നവരാണ്. രാജ്, അൻഡോ, വിവേക്. ഇവർ ഇന്ന് നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അവർ എന്നെ വേറെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. ചുമരിൽ ഗ്രീൻ കർട്ടനും ഒരു ക്യാമറയും പിടിച്ചു നിൽക്കുന്ന ക്യാമറാമാനും ഉണ്ടായിരുന്നു. അവർ എന്റെ ബുക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും എടുത്തു. എന്തിനാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കാനാണ്. ടീച്ചർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അവരുടെ കൂടെ നിൽക്കുന്ന പോസിലും ഫോട്ടോസ് എടുത്തു. ഞാൻ നിന്ന് കൊടുത്തു. ഞാൻ ക്ലാസ് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ശ്രദ്ധ ക്ലാസ്സിലല്ല, എന്റെ ശരീരഭാഗങ്ങളിലാണെന്ന്. ഞാൻ ഇട്ടിസിക്ക് പോകാൻ വേണ്ടി വാങ്ങിയ നീല സാരിയായിരുന്നു ധരിച്ചിരുന്നത്. അവർ എന്റെ ചുണ്ടിലേക്കും മാറിടത്തിലേക്കും അതിന് താഴേക്കും നോക്കിയപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ ചോദിച്ചു, ഇവിടെ ആ വേലക്കാരിയില്ലേ? ഇല്ല, ഇന്ന് അവർ ലീവാണ്. എന്നാൽ ഞാൻ പോയി അടുത്ത ദിവസം വരാം എന്ന് പറഞ്ഞു. അവർ ഒരു ചിരി ചിരിച്ചു. നോ, ഇന്ന് ക്ലാസ് എടുത്തിട്ട് പോയാൽ മതി. ഇന്ന് കണക്ക് വേണ്ട, ആസ്ട്രോളജി മതി. കൈരേഖാശാസ്ത്രം എനിക്കത് അറിയില്ല. ടീച്ചറുടെ കൈരേഖ ഞങ്ങൾ നോക്കും. ആ കൈ ഒന്ന് നീട്ടിക്കേ. നോ, ഞാൻ പോകട്ടെ. ഞാൻ എണീറ്റ് ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ലോക്ക് ചെയ്തിരിക്കുന്നു. അവർ എന്നെ ഒരു ഗ്രീൻ തുണി വിരിച്ച ടേബിളിൽ ഇരുത്തി. എന്റെ കൈകൾ പിടിച്ചു നോക്കി. അതിനുശേഷം അവർ എന്നെ ക്യാമറയ്ക്ക് അഭിമുഖമായി തിരിച്ചിരുത്തി. എന്നോട് കാലുകൾ നീട്ടാൻ പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞതുപോലെ കാലുകൾ നീട്ടിയിരുന്നു. അവരെ അനുസരിക്കുകയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. അവർ എന്റെ സാരി അഴിച്ചു മാറ്റി. എന്നെ അടിപ്പാവാടയിൽ ഇരുത്തി. ഒരുവൻ എന്റെ ബ്ലൗസിനു മുകളിൽ മുലകളിൽ പിടിച്ചു. ഞാൻ ഒന്നും ചെയ്യാനാകാതെ ഇരുന്നു കൊടുത്തു. എന്റെ ബ്ലൗസിന് മുകളിൽ മുലകളുടെ മുഴുപ്പ് കണ്ട് അവർക്ക് കാമം അടക്കാനാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. തുടരും. പാർട്ട് 2 ലഭിക്കാനായി ചാനൽ ഒന്ന് ഫോളോ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അയക്കുക. അതിലേക്ക് അടുത്ത അതിഗംഭീരമായ എപ്പിസോഡ്സ് അയക്കുന്നതാണ്.